കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആദിപ്പിക്ക് വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്ത മകൻ. എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാരെന്തോട് പറഞ്ഞില്ല? നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ. പലചരക്ക് കടയിൽ 1500 രൂപ, പച്ചക്കറി 500 രൂപ, മട്ടൻ 400 രൂപ, ഫിഷ് 425 രൂപ, പിന്നെ പാല് തൈര് എല്ലാം കൂടി 4200 രൂപ. പ്രകാശം തന്നെ ആണോടി ഇത് നിന്റെ കയ്യിൽ തന്നത്? പിന്നെ ആരമ്മേ? കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. തെങ്ങേന്നിനി 6 മാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട. എല്ലാം യശ്വന്ത് സഹായിച്ചു. അയ്യോ അമ്മേ, നമ്മുടെ ടേപ്പ് റെക്കോർഡർ കാണാനില്ലല്ലോ. പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോ അല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പൊ ടൈം പീസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി. ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിന്നുണ്ടായിരുന്നു, അതും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കോട്ടപ്പള്ളി. ഷടപ്പ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ്വാ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കൾ എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും. ലാൽ സലാം. പ്രകാശേട്ടോ, വിവരം അറിഞ്ഞോ? നമ്മുടെ വീടേ പ്രഭേട്ടന്റെ പാർട്ടി ആസ്ഥാനാക്കാൻ പോവത്രേ. മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു. അളിയെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല. ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു.
ആ എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, എന്നെ സസ്പെൻഡ് ചെയ്തു. അളിയന്റെ പെങ്ങളും കുട്ടികളും വഴിയാധാരായി. വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഡിസ്മിസിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓഹോ, INSP പ്രതികാരം ചെയ്യുകയാണ്. അളിയൻ ഭയപ്പെടണ്ട. RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങളുടെ കൂടെ നിന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കുറെ കാലമായി ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ച് നിന്റെ അസ്ഥിയിൽ ഓടിക്കും. ബ്ലഡി ഫൂൾ. ഭരണം അവരുടെ കയ്യിൽ, പോലീസ് അവരുടെ കയ്യിൽ. ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും. നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും. എന്ത് പിണ്ണാക്ക് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? പിണ്ണാക്കും. മിസ്റ്റർ കോട്ടപ്പള്ളി, അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ്. അതൊരു ഭക്ഷ്യവസ്തുവാണ്, പശുക്കൾ കഴിക്കുന്നത്. പക്ഷെ സന്ദർഭം അൺപാർലമെന്ററി ആണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് പിള്ള സാർ പറഞ്ഞില്ല. ഛത്രപതി ശിവജിയുടെ രീതി, ചെമ്പടയുടെ രീതി, ഫെഡറൽ കാസ്ട്രോയുടെ രീതി. നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങളുണ്ടല്ലോ. ഗറില്ല വാർഫെയർ, ഒളിയുദ്ധം. അതിനൊക്കെ ആയുധം എവിടെ? വല്ലഭന് പുല്ലുമായുധം. വല്ലവന്റെ കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ. അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും. അതിന് ടൗണിൽ എവിടെയാ ഒളിത്താവളങ്ങള്? അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ, പിന്നെ ആ അരയാൽ മരം. രാത്രി 12 മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം. നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക്. സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റക്കടകളും തുറക്കുകയില്ല. പോലീസ് പിടിച്ചാൽ പിടികൊടുക്കണം. കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല. വരൂ, നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. എനിക്കിത് നടക്കുമെന്നുള്ള കോട്ടപ്പള്ളി, ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. കം ഓൺ. അയ്യോ, എന്താ? നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണും. കേട്ട് കാണൂ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ. വരൂ. ഈ തെണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെപ്പോ വീട്ടിനകത്ത് കയറി പറ്റി? അപ്പൊ തനിക്കൊന്ന് കയറി പരിശോധിച്ചുകൂടായിരുന്നു? ആ എനിക്കറിയൂ, പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ പതുക്കിയാ, കേട്ടാൻ വഴിയില്ല. മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങളുടെ അച്ഛനെവിടെ? അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു കിടക്കാറില്ല. എല്ലാവരും ഉണ്ടല്ലോ. എന്താ അവിടെ വല്ല മീറ്റിംഗോ സത്യാഗ്രഹമോ വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അച്ഛാ? കുഴപ്പമൊന്നുമില്ല മോനെ. അച്ഛൻ ഇപ്പൊ വരാം, മോൻ പോവല്ലേ. അപ്പോ നമുക്ക് നീങ്ങാം. മോനും പോവല്ലേ. അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യല്ലേ? മിസ്റ്റർ രാഘവൻ നായർ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും. ഇവക്ക് നല്ല സുഖമില്ല, ഞാനൊന്ന് കിടത്തിട്ട് വരാം. കിടന്നോ. എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലെന്നേ. എന്നാലും ദേഹം അധികം ഇളക്കണ്ട. എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം. ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. KRP നമുക്ക് ഒരുപാട് പണികളുള്ളതാ. KRP CRP ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങി പോണം മിസ്റ്റർ. ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത്? അതെ, 1966 അമെന്റ്മെന്റ് പ്രകാരം. അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? ഭാനുമതിയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം പോയി, ബാങ്കുകാർ ജപ്തി ചെയ്തു. ഇനിയിപ്പൊ നിങ്ങളുടെ വീതം ബാങ്കുകാരോട് എന്ന് ചോദിക്കും, അവര് ചിലപ്പോ തരുമായിരിക്കും. പിന്നെ ഉള്ളത് ഈ വീടാ. വീട് എന്റെ പേരില.
ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല. എന്ന് വെച്ചാൽ മോനെ ആനന്ദ, എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാൽ നടക്കില്ല. എന്റെ മോളെ കെട്ടണോന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു. നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാകണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു. ഇവളല്ലായിരുന്ന വേറൊരുത്തെ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ? ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാ ഞാൻ. ആ കുറ്റത്തിനാണോ നീ ഇപ്പൊ എന്നെ ശിക്ഷിക്കുന്നത്? എന്ത് ധൈര്യത്തിലാണ് നീ ഈ വക്കീലിനെ കൂട്ടി പടി കയറിയത്? നീ സമ്പാദിച്ചു വല്ല ഇവിടെ ഇരിപ്പുണ്ടോ? ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ്. അത് ഒരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത്. നിനക്കും ഉണ്ടല്ലോ മോളെ 2 കുഞ്ഞുങ്ങള്. നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി? ആ അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ. ആ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ? അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവണം. നീ ചോദിച്ചുടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്തു തന്നത് എന്നേക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ. ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ? രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ. അത് നല്ല ആളുകൾ ചെയ്യുമ്പോ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നേ? ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? സ്വന്തം ബെങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി. നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു. അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ. ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം, അല്ല ബിസിനസ് പൊളിയും. എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ്. നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരെ നീരുവായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ്. അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഇറങ്ങും പുറത്ത്. ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല. എല്ലാം ഇപ്പൊ ഇറങ്ങണം. ആദ്യം സ്വയം നന്നാകണം, പിന്നെ വീട്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. ഭാനു, ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കണം. ഒരു നിലവിളക്കും കത്തിച്ചു വെക്കാം. ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. നല്ല സമയത്താണല്ലോ വന്നത്. എന്താ രണ്ടാൾക്കൊരു മൗനം? രാഘവേട്ടാ, എന്നോട് ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപിടിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത്. രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ. അതായത് ഗുണദോഷിക്കും തല്ലും ഒക്കെ ചെയ്തു, അതൊക്കെ നല്ലതാ. ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ? മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും. അവരെന്റെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ? അവിടെയാണ് കുഴപ്പം. അങ്ങനെ തീരുമാനിച്ചാൽ വേർപ്പെടുന്നതാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം? അവരെ പ്രസവിച്ച ഭാനുവെടുത്തിയെ സഹിക്കൂ. എന്തിന് കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ടൻ തന്നെ സഹിക്കൂ. അടിച്ച് പുറത്താക്കാൻ എളുപ്പാ. അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് നന്നാക്കിയെടുക്കാൻ ഇത്തിരി മിടുക്ക് വേണം. എനിക്ക് ആ മിടുക്കില്ല. ഉണ്ടാവണം. അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടികിട്ടി. ഇനി 4 നല്ല വാക്ക് പറഞ്ഞാൽ അവർ നന്നാവുകയും ചെയ്യും. ഇല്ലച്ചു, ഞാൻ ഉറപ്പ് തരാന്നേ. നന്നാവണമെന്ന് അവർക്കൂടെ തോന്നണ്ടേ?
അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ? രണ്ടാളും പഠിക്കൽ നിൽക്കുന്നുണ്ട്. അവര് പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാത്തതാ. സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ പിന്നെ രാഷ്ട്രീയക്കാർ വില വയ്ക്കൂ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. വലതുകാലം വെച്ച് കയറിക്കോ. ഇനിയെങ്കിലും നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട്. ചെല്ലുന്നേ. ദേ ഒന്ന് എണ്ണീറ്റേ. എണ്ണീക്കുന്നേ. പ്രകാശിന് ബസ് തെറ്റും. അവൻ കാത്തു നിൽക്കണു അച്ഛന്റെ അനുഗ്രഹത്തിനായിട്ട്. എന്നും ഉണ്ടോ ഇന്റർവ്യൂ? ആ, ഇത് തീർച്ചയായിട്ടും കിട്ടുമെന്നാ പറയണേ. നല്ല ശമ്പളം ഉണ്ടാവത്രേ. എന്നും പ്രത്യേക അനുഗ്രഹം ഒന്നും ആവശ്യമില്ല. എല്ലായ്പ്പോഴും അതെന്റെ മനസ്സിലുണ്ടല്ലോ. എവിടെ പ്രഭാകരൻ പോയോ? ഞാൻ ഇറങ്ങാണച്ചാ. മേനോ സാർ ചിലപ്പോ ഇന്നെന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും. കേസ് നേരാവണ്ണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം. പഠിച്ചു, തലങ്ങും വിലങ്ങും പഠിച്ചു. ആ, നീ ടൗണിലേക്കുണ്ടോ? ഉണ്ട്. എന്നാ ഒരു ഓട്ടോ പിടിക്കാം. ആ അച്ഛാ, 1 മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും. പറമ്പൊന്നും കിട്ടിയില്ലേലും സാരമില്ല മക്കളെ. നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി. എന്താണത്? ഒരു കാരണമല്ല എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ കുറച്ചു പേര് ചേർന്ന് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കൊടി വേണമല്ലോ. ഇന്ന് മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോവാ. നിന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണം കാണും. അതെ, അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല. അതുകൊണ്ടാ എന്തിന്? അതിന് തരാനാ പറഞ്ഞത്. കൊടുക്കണം അങ്ങോട്ട് കൊടി. അവന്റെ ഒരു കൊടിപിടുത്തവും സമരവും.